ഹായ് ഓൾ, ഐ എം ദിവ്യ ലക്ഷ്മി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സമൂഹത്തിനായാലും അതോ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിലായാലും ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ട്. അവർ സ്വയം അവരെ തന്നെ താഴ്ത്തിക്കെട്ടി ബാക്കിയുള്ളവരെ കുറച്ചുകൂടെ സുപ്പീരിയർ ആക്കുന്ന ഒരു സ്വഭാവ സവിശേഷത. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്ന ആൾക്കാരായിരിക്കും, എടാ എനിക്ക് ബുദ്ധിയൊന്നുമില്ല, നീയൊക്കെ ചെയ്തിട്ടുണ്ട്, അത് സെറ്റാവും, നീ എവിടെ പോയാലും അടിപൊളിയാവും, ഞാൻ എവിടെ പോയാലും നശിച്ചു പോവേ ഉള്ളൂ, ഞാൻ എന്ത് ഭാവിയിൽ ചെയ്യുന്നു അതൊക്കെ മോശം ഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്താലും എനിക്ക് നെഗറ്റീവ് ആവുകയുള്ളൂ, എനിക്ക് വല്ല ബുദ്ധിയൊന്നുമില്ല, ഞാൻ അത്ര സ്മാർട്ടൊന്നുമല്ല. ഇപ്പം ആരെങ്കിലും അപ്രിഷിയേറ്റ് ചെയ്താൽ പോലും, ഓ ഞാൻ അത്ര സ്മാർട്ടൊന്നുമല്ല, നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട, അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് ക്രെഡിറ്റ്സ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഉള്ള ക്രെഡിറ്റ്സ്, ഡിസേർവ് ആയ ക്രെഡിറ്റ്സ് അവർ ആക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ദയവായി നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ എന്താണോ വാക്കുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇടുന്നത്, അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുകളുണ്ട്. വേർഡ്സ് ഹാവ് ദ പവർ ടു മേക്ക് അസ് ആൻഡ് ബ്രേക്ക് അസ്. വേർഡ്സ് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ തന്നെ മോശമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ആ മൈൻഡിന് വെറും ഒരു 3-4 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞാണ്. അതിന് സത്യമാണ് ഏതാണ് മിഥ്യ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവില്ല. നമ്മുടെ ശരീരത്തിൽ എന്താണോ അകത്തേക്ക് ഇടുന്നത് അതായിരിക്കും അത് സത്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിൻ അത് ട്രസ്റ്റ് ചെയ്യും. കാരണം നമ്മുടെ വേർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ശരീരവും അത് ലിസൺ ചെയ്യുന്നുണ്ട്. സോ നമ്മളിപ്പോൾ കണ്ടിന്യൂസ്ലി ഐ ആം ഇൻ്റലിജൻറ്റ്, ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ആ കോൺഫിഡൻസ് വരും. ഇപ്പോൾ വലിയ വലിയ സ്പോർട്സ് പേഴ്സൺ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഈയിടെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അദ്ദേഹം സെൽഫ് ടോക്ക് ചെയ്യുന്നത് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ഐ ക്യാൻ ഡു ഇറ്റ്. ഇപ്പോൾ നമ്മുടെ റൊണാൾഡോൻ്റെ മാത്രമല്ല, ഒരുപാട് സ്പോർട്സ് പേഴ്സൺ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതുപോലെയാണ് പറയുന്നത്. സെൽഫ് ടോക്ക് പോസിറ്റീവായി പറയണം. കാരണം ശാരീരികമായിട്ട് അതിനെ നല്ലോണം ചേഞ്ചസ് വരുത്താൻ പറ്റും. നമ്മൾ എത്രത്തോളം മോശമായി പറയുന്നോ അത്രത്തോളം ആയിരിക്കും നമ്മുടെ റിയൽ ലൈഫിലും അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല എന്താ എൻ്റെ ലൈഫിൽ ഇത് മാത്രം ആവുന്നതെന്ന്. കാരണം പാവപ്പെട്ടവനെ കൂടുതൽ പാവപ്പെട്ടവനാക്കാനും ഏറ്റവും സമ്പത്തുള്ളവനെ കൂടുതൽ സമ്പത്തേറിയവനാക്കുന്നതും നമ്മുടെ ഒരാളുടെ ഡിസിഷനും ഒരാളുടെ മൈൻഡ് സെറ്റും കൊണ്ടാണ്. സോ ബി അവെയർ ഓഫ് ദാറ്റ് വാട്ട് യു ആർ സേയിങ് is continuously, consciously should be a very good words. What you are putting inside in your head is the word that is making you out in the future. സോ അത് മൈൻഡിൽ എപ്പോഴും ഉണ്ടാവുക. ഒരിക്കലും നമ്മളെ തന്നെ താഴ്ത്തിക്കെട്ടരുത്. നമ്മൾ താഴ്ത്തിക്കെട്ടിയാൽ പിന്നെ ബാക്കി ആരാ? സമൂഹം നമ്മുടെ നല്ലത് പറയൂ? നമ്മൾ താഴ്ത്തിക്കെട്ടിയാൽ പിന്നെ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ സ്വയം നമ്മുടെ തന്നെ നല്ലത് പറയുക. വി ഹാവ് ടു റെസ്പെക്ട് അവർ സെൽഫ്. പിന്നെ അല്ലേ ബാക്കിയുള്ളവർ നമ്മുടെ റെസ്പെക്ട് ചെയ്യണോ വേണോ തീരുമാനിക്കുക. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. താങ്ക് യു.